സത്യം പറഞ്ഞാൽ നമുക്കൊരു ദുഃഖം തോന്നുന്നൊരു സമാഗമമാണ് ഇന്ന്. നമ്മൾ ഇതേവരെ അങ്ങനൊരു സമാഗമം നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ ഒരുപാട് ആളുകൾ വന്നു, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നു, അങ്ങനെ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നൊരു സമാഗമമാണ് ഇതേവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് മദൻ സാറിൻ്റെ മാത്രമാണ് ഇങ്ങനെ, അദ്ദേഹം ഇല്ലാതെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മുകേഷ് ഒന്നും ഇങ്ങനെയല്ല വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു സന്തോഷം തോന്നുന്ന ഒരു പറഞ്ഞപ്പോഴത്തേക്ക് ഒരാളൊക്കത്തില്ല, വിളിച്ചതാ പല പ്രാവശ്യം. അതെ. മുകേഷിന് എന്താണ് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ അച്ഛൻ കള്ളം പറയില്ല ഒരിക്കലും. ഇനി എന്ത് പ്രശ്നം വന്നാലും പുള്ളി കള്ളം പറയില്ല. അതിന് ന്യായത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് നിൽക്കും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നാടക മത്സരത്തിന് ഒരു നല്ല നാടകം, പക്ഷെ നമ്മൾ കുറച്ച് താമസിച്ചാണ് ഇറക്കിയത്, അല്ല കുറച്ച് നേരത്തെ ഇറക്കി. അപ്പം ഈ കൊല്ലം ആ നാടകം കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ഒരു നിയമ തടസ്സമുണ്ട്. പക്ഷെ ആർക്കും അറിഞ്ഞൂടാ. ഒരു പ്രാവശ്യം അങ്ങനെ കളിച്ചിട്ട് പിന്നെ മാറ്റി വെച്ചു. പക്ഷേ ഇത് പിന്നീട് വീണ്ടും മത്സരത്തിന് പോകാം, അതാരും ചോദ്യം ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരോടും അങ്ങനെ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇത് നല്ല ഇതാണെന്നല്ല പറഞ്ഞു. ഇപ്പം അച്ഛൻ പറഞ്ഞു, അല്ല അത് നമ്മൾ അന്ന് അല്ല അതിപ്പോൾ ആരും അറിഞ്ഞൂടല്ലോ, എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞ അല്ല അതപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു. എന്നോടാരും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് നേരത്തെ പിന്നെ വിട്ടില്ല. കാര്യം പുള്ളി പറയുമെന്നറിയാം. കാര്യം അങ്ങനെ വരെ, അതായത് നമുക്ക് ഈ സ്വന്തം ട്രൂപ്പിൽ തന്നെ അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറച്ചു വെച്ചിട്ടുള്ള ഒരു സംഭവം വേണ്ട. അപ്പോൾ അച്ഛൻ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നപ്പോൾ തന്നെ എതിർ സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്നത് ഭയങ്കര തമാശയാണ്. എനിക്കെതിരായിട്ട് നിൽക്കുന്ന സഖാവ് മാധവൻ ഒരു വലിയ നടനാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങളൊക്കെ കളിച്ച് ആൾക്കാരെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട ആളാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ച് വെറും ഒരു പഞ്ചായത്ത് മെമ്പറാക്കി ഇവിടെ നിർത്തരുത്. അഥവാ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നിൽക്കും, ഈ സമയം കൂടെ അദ്ദേഹം നാടകത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. കാരണം വെച്ചാൽ ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല, ദുഷിപ്പ് പറയാനില്ല. അത് എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനൊക്കെ കാണുന്ന വളരെ പുതുമയേറിയ ഒരു സംഭവമായിരിക്കും. വ്യക്തിഹത്യ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ നല്ല ഗുണം എടുത്തിട്ടൊരു ആ ഗുണം തടസ്സപ്പെടുത്തി കളയരുത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിടണേ എന്ന് പറയുന്ന അങ്ങനത്തെ. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലേ? എന്റെ ഓർമ്മകാലം മുതൽക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും കുറെ കാലം കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അത് പിന്നെ ആ സമയത്തൊക്കെ വളരെ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സിനിമ അഭിനയിക്കുന്നു, ഒരു ലേറ്റ് നൈറ്റ് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 മണി 3 മണിയാകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 10 മണിയാവാതെ തന്നെ വിളിക്കരുത്, നാളെ എനിക്ക് കുറച്ച് ഉറങ്ങണം, രാവിലെ ഒന്നും ഫോണൊന്നും തരരുതെന്ന്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ശീലം. ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയാണല്ലോ നാടകം, അതും 2ഉം 3ഉം കാണും. പകൽ മുഴുക്ക യാത്ര ചെയ്തു. അതും ഏറ്റവും മോശപ്പെട്ട യാത്രാ സൗകര്യം. കാര്യം ഇങ്ങനെ കുലുങ്ങി ഒരു ബസ്സിനകത്ത് പോയി വന്ന് കിടക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്നിട്ട് മകനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, ഒരു വേലിത്തർക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഷർട്ടിട്ടിട്ട് ഇറങ്ങുകയാണ് അവരുടെ കൂടെ. അത് ഞാൻ വായിച്ച് കേട്ടോ അല്ലെങ്കിൽ നേരിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടതായിട്ടുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അത് വളരെ ഫ്രഷായിട്ട് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയം വിശ്രമിച്ചിരുന്ന ഒരാൾ എങ്ങനെ പോകും? ആ ലാഘവത്തോടെ പോയിട്ട് ഉണ്ണാൻ പറ്റത്തില്ല. അപ്പം 3 മണിക്ക് വാൻ തിരിക്കുന്നതിന് മുമ്പ് വരാൻ നോക്കും. പിന്നെ ഫോൺ ചെയ്ത് പറയുകയാണ്, ഞാൻ നാടക സ്ഥലത്ത് വന്നോളാം, ഇപ്പം ഇവരെ എതിരായിട്ട് ഇറക്കിയില്ല, അല്ലെങ്കിൽ ഇവിടെ തീർപ്പ് കൽപ്പിച്ചില്ല. വീണ്ടും നാടക സ്ഥലത്ത്. ഇത് 1 ദിവസവും 2 ദിവസവും അല്ല, ഒരു ലൈഫ് ടൈം. നാടകത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? വളരെ നിഷ്കർഷമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്, തിലകഞ്ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാടകത്തിന്റെ കാര്യത്തിൽ വളരെ ഇതാണ്. എന്ത് പ്രശ്നം വന്നിരുന്നാലും ആ റിഹേഴ്സൽ കറക്റ്റിന്, ഡയലോഗ് മറക്കാൻ പാടില്ല, അതൊക്കെ വളരെ ചിട്ടയായിരുന്നു. ഒരിക്കൽ എന്തോ ഡ്രസ്സ് മറന്നുപോയിട്ട് അമ്മയെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ട് തിലകഞ്ചേട്ടൻ പറഞ്ഞു. ഞാൻ കിടന്ന് നിലവിളിച്ച അവിടെ വന്നപ്പോഴാണ് ഓർക്കുന്നത്. ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊരൊറ്റ അന്നേരം ഓർത്ത്, എൻ്റെ ഡ്രസ്സ് എടുത്തില്ലെന്ന് ഒരൊറ്റ നിലവിളിച്ച് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് അതെങ്കിൽ നിലവിളിച്ച് എന്താ അന്നേരം മാറ്റൻ ഞാൻ ഒരു സീറ്റിലായിരിക്കുന്നു. അന്നേരം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സ് എടുത്തില്ല, മാനിച്ചു കഴിഞ്ഞ് എന്നെ വഴക്ക് പറയുന്നു.
നമ്മളെ ഡ്രസ്സ് നമ്മളെന്താ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് എടുക്കണം. അവിടെ ചെല്ലുമ്പോൾ മറന്നുപോയെന്ന് പറയുന്നത് അത് ശരിയല്ല. നമ്മൾ ഇതിനു വേണ്ടിയല്ലേ പോകുന്നത്, വേറെ ഒന്നിനും വേണ്ടിയല്ലേ പോകുന്നത്. അതൊക്കെ വളരെ ചിട്ടയായിരുന്നു അതിന്. ഞങ്ങളെ 3 പേരടുത്തും പറഞ്ഞിരിക്കുന്നത് എന്ത് വേണമെങ്കിലും സ്വീകരിച്ചോളൂ, പക്ഷേ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിനക്ക് കലയോടോ അല്ലെങ്കിൽ നാടകത്തോടോ സിനിമയോടോ അത്രയും ഭ്രമം തോന്നുവാണെങ്കിൽ പൊയ്ക്കോ. അവസാനം ഒരുപാട് കലാകാരന്മാർ കാണും, വിദ്യാഭ്യാസമുള്ള കലാകാരന്മാർ കാണത്തില്ല. അപ്പോൾ അതിനകത്ത് നീ വേർപെട്ട് പോകരുതെന്ന് മാത്രമല്ല, വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് അഭിനയിക്കാൻ പോലും പറ്റൂ. എൻ്റെ അച്ഛൻ്റെ അനിയൻ ഉണ്ട്, TK രാജഗോപാൽ. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ച ആളാണ്, വക്കീലാക്കി പുള്ളിയും കലയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിനി കുറച്ച് നാൾ നാടകം അഭിനയിച്ചാലും, ഇത്രയും പൈസ മുടക്കി നിന്നെ പഠിപ്പിച്ചത് നാടകം അഭിനയിക്കാനല്ല, നീ വക്കീൽ പണി ആദ്യം വിജയകരമായിട്ട് ചെയ്യും. ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇതാണെങ്കിലും വന്നനായിരുന്നു. അപ്പം പുള്ളി അപ്പോഴും ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ആദ്യം ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് അത് ഒന്ന് റെഡിയാക്ക്, അതിനകത്തുനിന്ന് സമയം കിട്ടുമ്പോൾ നീ ഇത് വന്ന് ചെയ്തു, അല്ലാതെ അത് മുഴുക കളഞ്ഞിട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ മൂത്ത മകനാണ്, 10 മക്കളിൽ മൂത്ത ആളാണ്. അപ്പോൾ ഒരു കാരണവരാണ് അന്ന് മുതൽ. നടൻ എന്ന നിലയിൽ മുകേഷിനെ എങ്ങനെ വിമർശിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ പറയുമോ എന്തെങ്കിലും? സീരിയസ് കഥാപാത്രങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമേ പുള്ളി ഒരു എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷനകത്ത് നമ്മൾ, പക്ഷെ സിനിമകളെല്ലാം ഇഷ്ടമാണ്, സിനിമകളെല്ലാം കാണും, എൻജോയ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നല്ലതാണ് ചീത്തയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല.